എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിന്റെ മെയിൻ എക്സാം ആവാനായി എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് സെക്ഷൻസ് ആണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗും. ഈ രണ്ട് സെക്ഷനിൽ നിന്നും ടോട്ടൽ 50 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ഈ രണ്ട് സെക്ഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് ഓപ്ഷൻസ് പറയുന്നില്ല, ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. ഓപ്ഷൻസ് പറഞ്ഞാൽ കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓപ്ഷൻസ് പറയുന്നില്ല, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് പറയുന്നത്. ഇതുപോലുള്ള ഒരു 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു വീഡിയോന്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ പ്രിന്റർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ ഓപ്ഷൻ ബി, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ കമ്പ്യൂട്ടർ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ മൗസ് പോയിന്റർ ഈസ് ഷേപ്ഡ് ലൈക്ക് എ ഹാൻഡ് ഇറ്റ് മീൻസ്. ആൻസർ ഓപ്ഷൻ സി, ഹൈപ്പർ ലിങ്ക് ആണ്. അതായത് ഒരു മൗസ് പോയിന്റർ ഒരു ഹാൻഡ് ഷേപ്പിൽ വരികയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഹൈപ്പർ ലിങ്കിന്റെ മുകളിൽ നമ്മൾ മൗസ് പോയിന്റർ കൊണ്ട് വെക്കുമ്പോൾ അവിടെ ഒരു ഹാൻഡ് ഷേപ്പ് ആണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈപ്പർ ലിങ്ക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പ്യൂട്ടർ പാർട്സ് വിച്ച് ക്യാൻ സീ ആൻഡ് ടച്ച് ആർ കോൾഡ്. ആൻസർ ഓപ്ഷൻ ഡി, ഹാർഡ്വെയർസ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ കാണാനും തൊടാനും കഴിയുന്ന പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാംസ് ആണ്. അതായത് ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് കാണാനോ തൊടാനോ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ആൻസർ ഓപ്ഷൻ സി, കീബോർഡ് ആണ്. അതായത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കീബോർഡ് ആണ്. എല്ലാവർക്കും അറിയാം, കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? സ്പീക്കേഴ്സ്, വീഡിയോ, പ്രിന്റർ. അപ്പോൾ ഒരു കാര്യം കൂടി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് മോണിറ്ററും പിന്നെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് കീബോർഡും ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂടൂത്ത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ ഓപ്ഷൻ ബി, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു എൻ്റർ motion data into computer. ആൻസർ ഓപ്ഷൻ ബി, ട്രാക്ക് ബോർഡ് ആണ്. അതായത് ട്രാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു മോഷൻ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാക്ക് ബോർഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലാറ്റ് ബെഡ് ആൻഡ് ഹാൻഡ് ഹെൽഡ് ആർ ടു ടൈപ്സ് ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി, സ്കാനേഴ്സ് ആണ്. അപ്പൊ സ്കാനേഴ്സിന്റെ ടൈപ്സ് ആണ് ഫ്ലാറ്റ് ബെഡും ഹാൻഡ് ഹെൽഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീച്ച് റെക്കഗ്നിഷൻ ടെക്നോളജി ട്രാൻസ്ലേറ്റ്. ആൻസർ ഓപ്ഷൻ എ, സ്പീച്ച് ടു ടെക്സ്റ്റ്. അതായത് സ്പീച്ച് റെക്കഗ്നിഷൻ ടെക്നോളജി സ്പീച്ചിനെ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, black and white monitors are also called. Answer option C, monochrome
മോണിറ്റേഴ്സ് ആണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് മോണോക്രോം മോണിറ്റർ എന്നും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡറി സ്റ്റോറേജ് മീഡിയംസ് സ്റ്റോർസ് ദ ഡാറ്റ. ആൻസർ ഓപ്ഷൻ എ പെർമനന്റ് ആണ്. അതായത് സെക്കൻഡറി സ്റ്റോറേജ് മീഡിയംസ് ഡാറ്റയെ പെർമനന്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത് പെർമനന്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് മീഡിയം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. അതുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്, ടെമ്പററി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TCP മീൻസ്. ആൻസർ ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. TCPന്റെ ഫുൾ ഫോം ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. Next question, the software application used to retrieve and view information from World Wide Web is called. Answer option C web browser ആണ്. അതായത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ നിന്നും ഇൻഫർമേഷൻ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെബ് ബ്രൗസർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വെബ് ബ്രൗസർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി എപ്പിക് ആണ്. അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് വെബ് ബ്രൗസർ ആണ് എപ്പിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ IT Act 2000 was enacted on. ആൻസർ ഓപ്ഷൻ ബി ആണ് 9th June 2000 ആണ്. അതായത് IT Act എനാക്ട് ചെയ്തത് ജൂൺ 9, 2000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംറ്റംസ് ഓഫ് കമ്പ്യൂട്ടർ വൈറസസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടർ വൈറസ് ഒരു സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് ആണ് applications do not work properly, it slow down the overall program performance of the system, sometimes computer stop responding. അതായത് ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല, പിന്നെ ഓവറോൾ പെർഫോമൻസ് ആ സിസ്റ്റത്തിന്റെ ഓവറോൾ പെർഫോമൻസ് സ്ലോ ചെയ്യും, ചില സമയത്ത് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് സ്റ്റോപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഒരു വൈറസ് കമ്പ്യൂട്ടറിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള സിംറ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് contains list of options to manage and customize the document. ആൻസർ ഓപ്ഷൻ സി മെനു ബാർ ആണ്. അതായത് മെനു ബാറിലാണ് നമ്മുടെ ഒരു ഡോക്യുമെന്റിനെ മാനേജ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസിന്റെ ലിസ്റ്റ് ഉൾപ്പെടുന്നത് മെനു ബാറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് ബാർ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട്. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് ഒരു സ്റ്റാറ്റസ് ബാറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ടോട്ടൽ പേജസ് ഇൻ ദ ഡോക്യുമെന്റ്, കറന്റ് പേജ് ആൻഡ് ലൈൻ നമ്പർ, കറന്റ് കഴ്സർ പൊസിഷൻ. അതായത് ടോട്ടൽ ആ ഒരു ഡോക്യുമെന്റിലെ ടോട്ടൽ പേജസ്, പിന്നെ ആ ഒരു ലൈൻ നമ്പർ, ആ ഒരു കറന്റ് പേജിന്റെ ലൈൻ നമ്പർ, കറന്റ് പേജും അതിന്റെ ലൈൻ നമ്പറും, പിന്നെ കറന്റ് കഴ്സർ പൊസിഷൻ. അതായത് ഇപ്പം കഴ്സറിന്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് സ്റ്റാറ്റസ് ബാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് യൂസ് ടു പ്രിന്റ് ദ ആക്റ്റീവ് ഡോക്യുമെന്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് Ctrl+P ആണ്. അതായത് ആക്റ്റീവ് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+P. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് കേസ് കണ്ടെയ്ൻസ്. ആൻസർ ഓപ്ഷൻ എ ടോഗിൾ കേസ് ആണ്. അതായത് താഴെ പറയുന്ന ഓപ്ഷൻസിൽ ചേഞ്ച് കേസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ടോഗിൾ കേസ് ആണ്. ബാക്കിയുള്ളതൊന്നും ചേഞ്ച് കേസിന്റെ ഓപ്ഷൻസ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ വേവി അണ്ടർലൈൻസ് ഷോസ്. ആൻസർ ഓപ്ഷൻ സി ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ്. അതായത് ഗ്രീൻ വേവി അണ്ടർലൈൻസ് ഷോ ചെയ്യുന്നത് ആ ഒരു
ആ ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻസിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഫീച്ചർ ഹെൽപ്സ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ഡോക്യുമെന്റേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേർഡ് കൗണ്ട് ആണ്. അതായത് വേർഡ് കൗണ്ട് എന്നുള്ള ഫീച്ചർ ആണ് ആ ഒരു ഡോക്യുമെന്റേഷന്റെ നമ്പർ ഓഫ് വേർഡ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചർ. Next question, in Word 2007, Home tab contains. Answer option D, all of the above ആണ്. അതായത് ഹോം ടാബിൽ വരുന്ന ഗ്രൂപ്പ്സ് ആണ് ക്ലിപ്ബോർഡ് ഗ്രൂപ്പ്, സ്റ്റൈൽസ് ഗ്രൂപ്പ്, പാരഗ്രാഫ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലൈൻ ദ ടെക്സ്റ്റ് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, മാർജിൻസ് ആർ കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിഫൈ ആണ്. അതായത് ജസ്റ്റിഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടെക്സ്റ്റിനെ ലെഫ്റ്റും റൈറ്റും മാർജിൻസ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നത്, രണ്ട് ഭാഗത്തും മാർജിൻസ് അലൈൻ ചെയ്യുന്നതിനാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ വേ ടു ടേൺ ഓർഡിനറി ടെക്സ്റ്റ് ഇൻ ടു സംതിങ് മോർ വിഷ്വലി അപ്പീലിംഗ്. ആൻസർ ഓപ്ഷൻ സി, സ്മാർട്ട് ആർട്ട് ആണ്. അതായത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ടെക്സ്റ്റിനെ കുറച്ചുകൂടി വിഷ്വലി അപ്പീലിംഗ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് ഹാസ് ഡാഷ് ഡിഫറെന്റ് ടൈപ്പിംഗ് മോഡ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2 ആണ്. അതായത് വേർഡിന് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് മോഡ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പിംഗ് മോഡ്സ് ഉണ്ട്. അതായത് വേർഡിന് രണ്ട് തരം ഡിഫറെന്റ് ടൈപ്പിംഗ് മോഡ്സ് ഉണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS Word, ദ മോഡ് യൂസ്ഡ് ടു പ്രിന്റ് പേജസ് വെർട്ടിക്കലി ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ എ, പോർട്രേറ്റ് ആണ്. അതായത് ഒരു വേർഡില് നമ്മുടെ ഒരു പേജിലെ കണ്ടന്റ്സിനെ വെർട്ടിക്കൽ മോഡിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പോർട്രേറ്റ് മോഡ്. Next question, the file extension used in a Word template with no macros or codes. Answer option B, .text ആണ്. അതായത് ഒരു ഫയൽ എക്സ്റ്റൻഷൻ, അതായത് ഒരു വേർഡ് ടെംപ്ലേറ്റിന് അതിൽ മാക്രോസോ അല്ലെങ്കിൽ കോഡ്സോ ഇല്ല, അതിന് ഉപയോഗിക്കുന്ന അതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. .x ആണ് വരുന്നത്. Next question, the toolbar used to access Excel commands quickly. Answer option C ആണ്, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണ്. അതായത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലാണ് നമ്മൾ എക്സൽ കമാൻഡ്സിനെ ക്വിക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ പേജ് ഇൻ എ വർക്ക് ബുക്ക് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ സി, വർക്ക്ഷീറ്റ് ആണ്. അതായത് ഒരു വർക്ക് ബുക്കിലെ സിംഗിൾ പേജിനെ പറയുന്നതാണ് വർക്ക്ഷീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദോസ് ഫെയിന്റ് ഗ്രേ ലൈൻസ് ദാറ്റ് വി സീ അറൌണ്ട് ദ സെൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, ഗ്രിഡ് ലൈൻസ് ആണ്. അതായത് നമ്മുടെ എക്സലില് ആ ഒരു വർക്ക്ഷീറ്റില് സെല്ലിന്റെ ചുറ്റും കാണപ്പെടുന്ന ഗ്രേ ലൈൻസിനെ പറയുന്ന, ഫെയിന്റ് ആയിട്ടുള്ള ഗ്രേ ലൈൻസിനെ പറയുന്നതാണ് ഗ്രിഡ് ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്ഷൻ ഹെൽപ്സ് us to view the heading of the table all time. ആൻസർ ഓപ്ഷൻ ഡി, ഡോക്യുമെന്റ് വ്യൂ ആണ്. അതായത് ഡോക്യുമെന്റ് വ്യൂ എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മുടെ ആ ഒരു ടേബിളിന്റെ ഹെഡിങ്ങിനെ എല്ലാ സമയത്തും വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിവറ്റ് ടേബിൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ്. അതായത് ഒരു പിവറ്റ് ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് summarize data forms, rows and columns can be interchanged, can be used as reports. അതായത് പിവറ്റ് ടേബിൾ നമുക്ക് ഒരു ഡാറ്റ ഫോംസിനെ
സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഈ പിവറ്റ് ടേബിളിലെ റോസിന്റെയും കോളംസിനെയും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഇത് പിവറ്റ് ടേബിൾ നമുക്ക് റിപ്പോർട്ട്സ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് എ പ്രസന്റേഷൻ ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ ബി സ്ലൈഡ്സ് ആണ്. അതായത് ഈ ഒരു പ്രസന്റേഷന്റെ ഇൻഡിവിജ്വൽ പാർട്സിനെ അറിയപ്പെടുന്നത് സ്ലൈഡ്സ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ എഫക്ട്സ് പ്ലേസ് വെൻ വി സ്വിച്ച് ഫ്രം വൺ സ്ലൈഡ് ടു അനദർ. ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. അതായത് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ വരുന്ന എഫക്ട്സ് ആണ് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് സ്ലൈഡ് ഷോ സ്പീഡ് ക്യാൻ ബി സെറ്റ് ബൈ യൂസിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, റിഹേഴ്സ് ടൈമിംഗ് ആണ്. അതായത് റിഹേഴ്സ് ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ലൈഡ് ഷോ, ഓട്ടോമാറ്റിക് സ്ലൈഡ് ഷോന്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർട്ട് സിലിണ്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ. ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ് ആണ്. അതായത് സോറി, ഇവിടെ ആൻസർ കൊടുത്തപ്പം സ്ലൈഡ് കൊടുത്തപ്പം തെറ്റിപ്പോയതാണ്. ഇവിടെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. അതായത് ഇവിടെ സി ആണ് വരുന്നത്. അതായത് നമുക്ക് ഒരു ഹാർട്ട് സിലിണ്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗെറ്റിംഗ് മോർ നമ്പർ ഓഫ് കോപ്പീസ് ആണ്. അതായത് കൂടുതൽ കോപ്പീസ് കിട്ടാനും പിന്നെ സ്റ്റെൻസിൽ കട്ടിങ്ങിനുമാണ് ഹാർട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നത്. സോറി, അത് സ്ലൈഡ് ചെയ്തപ്പം തെറ്റിപ്പോയതാണ്. അതിന്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് ഒരു ഹാർട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നത് കൂടുതൽ കോപ്പീസ് കിട്ടാനും പിന്നെ സ്റ്റെൻസിൽ കട്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പൈക്ക ഡാഷ് ലെറ്റേഴ്സ് ടു ആൻ ഇഞ്ച്. ആൻസർ ഓപ്ഷൻ എ ആണ്, 10 ആണ്. അതായത് ഒരു പൈക്കയില് നമുക്ക് ഒരു ഇഞ്ചില് 10 ലെറ്റേഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് പാസ് ആർ ഫിക്സഡ് ബൈ മീൻസ് ഓഫ്. ആൻസർ ഓപ്ഷൻ സി, ഫൽക്രം വയർ ആണ്. അതായത് ടൈപ്പ് പാസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫൽക്രം വയേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. Next question, record and copy are two types of. Answer option D ആണ്, ribbons ആണ്. അതായത് ഈ ഒരു റെക്കോർഡും കോപ്പിങ്ങും എന്ന് പറയുന്നത് റിബൺസിന്റെ ടൈപ്സ് ആണ്. റെക്കോർഡ് റിബൺസും കോപ്പിംഗ് റിബൺസും ഉണ്ട്. അതായത് ഈ കോപ്പിംഗ് റിബൺസ് എന്ന് പറയുമ്പോൾ കാർബൺ കോപ്പി ഉപയോഗിച്ച് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ റെക്കോർഡ് റിബൺസ് എന്ന് പറഞ്ഞാൽ സാധാരണ യൂസിന് ഉപയോഗിക്കുന്ന ribbons ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കീ ടെൻഷൻ ക്യാൻ ബി റേസ്ഡ് ബൈ. ആൻസർ ഓപ്ഷൻ ബി, പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ. അതായത് നമ്മുടെ ആ കീ ടെൻഷൻ നമുക്ക് റേസ് ചെയ്യാനോ ലോവർ ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ ടച്ച് റെഗുലേറ്റർ. അപ്പൊ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് നമുക്ക് കീ ടെൻഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. Next question, the lengthwise movement of the ribbon is obtained from. Answer option A, mainspring drum ആണ്. അതായത് lengthwise movement, ഒരു റിബണിന്റെ lengthwise movement obtain കിട്ടുന്നത് നമുക്ക് mainspring drum ഉപയോഗിച്ചിട്ടാണ്. Next question, to preserve the life of the cylinder, dash is used while typing. ആൻസർ ഓപ്ഷൻ സി, ബാക്കിംഗ് ഷീറ്റ് ആണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്കിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിലിണ്ടറിന്റെ ലൈഫ് കുറച്ചുകൂടി നീണ്ടു കിട്ടും. അതായത് ബാക്കിംഗ് ഷീറ്റ് ഉപയോഗിക്കാൻ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ആ ഒരു ഷീറ്റ്സ് വരിക. അപ്പോൾ അധികം ആ ഒരു സ്ട്രൈക്കിങ് കൂടുതലായിട്ടും ആ ഒരു
സിലിണ്ടറിലേക്ക് വരില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ലൈഫ് കൂടുതലായിട്ട് കിട്ടും, പ്രിസർവ് ചെയ്യാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ASDF സെമിക്കോളൻ JKL LJK are provided in the dash. ആൻസർ ഓപ്ഷൻ ബി സെക്കൻഡ് ആണ്. അതായത് ASDF സെമിക്കോളൻ LKJ എന്നുള്ള ഈ കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് അപ്രൂവ്ഡ് ടൈപ്പ്റൈറ്റേഴ്സ് ഫോർ KGT എക്സാമിനേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫാസിറ്റ് ആണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ടൈപ്പ്റൈറ്റേഴ്സ്, ഒരു KGT എക്സാമിനേഷന് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് അപ്രൂവ്ഡ് ടൈപ്പ്റൈറ്റേഴ്സ് ആണ് ഫാസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഓർ ആർ ദ കോമൺ എലമെന്റ്സ്. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. അതായത് H/N, O/C, E/F ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ചസ് ക്യാൻ ഓൾസോ ബി ഡ്രോൺ ബൈ യൂസിങ്. ആൻസർ ഓപ്ഷൻ സി, സ്റ്റൈലസ് പെൻ ആണ്. അതായത് നമുക്ക് ഈ സ്കെച്ചസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റൈലസ് പെന്നും ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോമൻ ന്യൂമറൽസ് D stands for. ആൻസർ ഓപ്ഷൻ സി, 500 ആണ്. അതായത് D എന്ന് പറയുന്ന റോമൻ ന്യൂമറല് സ്റ്റാൻഡ് ചെയ്യുന്നത്, അതിനെ സൂചിപ്പിക്കുന്നത് 500 എന്നുള്ള ആ ഒരു എമൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻഡേഴ്സ് അഡ്രസ് മസ്റ്റ് ബി ടൈപ്പ് അറ്റ് ദ ഡാഷ് ഓഫ് ദ എൻവലപ്പ് ഇൻ സിംഗിൾ ലൈൻ സ്പേസിംഗ്. ആൻസർ ഓപ്ഷൻ ബി, ലെഫ്റ്റ് ആണ്. അതായത് നമ്മുടെ സെൻഡേഴ്സ് അഡ്രസ് ഒരു എൻവലപ്പില് സിംഗിൾ സ്പേസിംഗിൽ എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ലെഫ്റ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻവലപ്പ് വിച്ച് സേവ്സ് ടൈം ആൻഡ് ലേബർ. ആൻസർ ഓപ്ഷൻ എ, വിൻഡോ എൻവലപ്പ് ആണ്. അതായത് വിൻഡോ എൻവലപ്പ് ആണ് നമുക്ക് ടൈമും ലേബറും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. വിൻഡോ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷീറ്റ് വെച്ചിട്ട് അഡ്രസ്സ് ഷോ ചെയ്യിക്കുന്നതാണ്. അതായത് വിൻഡോ എൻവലപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെൻസിൽ സെർവ്സ് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. സോറി, അവിടെ ആൻസർ ഓൾറെഡി വന്നു, പ്രിന്റിംഗ് ആണ്. അതായത് സ്റ്റെൻസിൽ ഒരു പ്രിന്റിങ്ങിന് ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വരുന്നത്. അതായത് പ്രിന്റിങ്ങിന് പകരം നമ്മൾ സ്റ്റെൻസിൽ കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ നിങ്ങൾക്ക് ഈ 50 ക്വസ്റ്റ്യൻസും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. Thanks for watching. Have a nice day.